ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ത്രിയേക ദൈവത്തിന് സ്തുതി. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു പ്രാവശ്യവും കൂടി കർത്താവിൻ്റെ വചനം കേൾക്കുവാൻ നമുക്കെല്ലാവർക്കും ലഭിച്ച അവസരത്തിനായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. നമ്മൾ ഏറെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലിരിക്കുക. കർത്താവേ, നീ എന്നോട് സംസാരിക്കണമേ, നീ എന്നോട് ഇടപെടണമേ. ഈ ജീവനും ചൈതന്യവുമുള്ള വചനം എൻ്റെ ഉള്ളിലേക്ക് കടന്നു വന്ന് എനിക്ക് രൂപാന്തരം തരണമേ എന്ന് നാം എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ നാളുകളായിട്ട് ചിന്തിക്കുന്ന ഒരു വിഷയമാണ് വിശ്വാസം എന്നുള്ളത്. വിശ്വാസത്തിൻ്റെ നിർവചനം തന്നെ വേദപുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ട്. എബ്രായ ലേഖനം അതിൻ്റെ 11-ാം അധ്യായം 1-ാം വാക്യം, വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു എന്ന്. വിശ്വാസം ആർക്കാണ് ലഭിക്കുന്നത്? റോമാലേഖനം 10-ാം അധ്യായം 17-ാം വാക്യം, വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു. ദൈവവചനം കേൾക്കുന്നതിലൂടെയാണ് നമുക്ക് വിശ്വാസം ലഭിക്കുന്നത്. മാത്രമല്ല, ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യവും, ക്രിസ്തുവേശുവിൽ പരിച്ഛേദനയല്ല അഗ്രചർമ്മവുമല്ല, സ്നേഹത്താൽ വ്യാപരിക്കുന്ന വിശ്വാസം അത്രേ കാര്യം. സ്നേഹത്താൽ വ്യാപരിക്കുന്ന വിശ്വാസം. ക്രിസ്തുവിനോട് നമുക്ക് സ്നേഹം ഹൃദയത്തിൽ വരുമ്പോൾ, ദൈവസ്നേഹം ഹൃദയത്തിൽ വരുമ്പോഴാണ് നമുക്ക് വിശ്വാസം ലഭിക്കുന്നത്. ഈ വിശ്വാസം എന്നുള്ളത് ആത്മീയ ജീവിതത്തിൻ്റെ അവിഭാജ്യ ഘടകമാണ്. വിശ്വാസം കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ സാധ്യമല്ല എന്ന് വേദപുസ്തകത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം നമുക്ക് വായിക്കുമ്പോൾ അവിടെ നാം വായിക്കാം. എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിപ്പാൻ കഴിയുന്നതല്ല. ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നുവെന്നും വിശ്വസിക്കേണ്ടതല്ലോ. ആത്മീയ ജീവിതത്തിൻ്റെ ഒരു അവിഭാജ്യ ഘടകമാണ് വിശ്വാസം എന്നുള്ളത്. എന്തുകൊണ്ടെന്നാൽ, ദൈവത്തെ പ്രസാദിപ്പിക്കണമെങ്കിൽ നമ്മുടേതായ ഒന്നും കൊടുത്തുകൊണ്ടും, നമ്മുടേതായ കൈവശമുള്ള എന്തെങ്കിലും കൊടുത്തതുകൊണ്ട്, അല്ലെങ്കിൽ നമ്മുടെ നന്മ പ്രവൃത്തികൾ കൊണ്ടൊന്നും ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ സാധ്യമല്ല. വിശ്വാസം എന്ത് വിശ്വാസമാണ്? യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 28-ാം വാക്യം, അവർ അവനോട്, ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തികളെ പ്രവർത്തിക്കേണ്ടതിന് ഞങ്ങൾ എന്തു ചെയ്യണമെന്ന് ചോദിച്ചു. യേശു അവരോട്, ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി അവൻ അയച്ചവനിൽ നിങ്ങൾ വിശ്വസിക്കുന്നതത്രേ എന്നുത്തരം പറഞ്ഞു. അവൻ അയച്ചവനിൽ നിങ്ങൾ വിശ്വസിക്കുന്നതത്രേ. യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെ മാത്രമേ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ സാധിക്കുകയുള്ളൂ. ഞാൻ വിശ്വാസത്തിൽ, ക്രിസ്തുവിനോടുള്ള വിശ്വാസത്തിൽ എന്ന് നിലനിൽക്കുന്നുണ്ടോ എന്ന് നാം നമ്മെ തന്നെ ശോധന ചെയ്യണം. 2 കൊരിന്ത്യ ലേഖനം 13-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം, നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ പരീക്ഷിപ്പീൻ, നിങ്ങളെ തന്നെ ശോധന ചെയ്യുവീൻ. നിങ്ങൾ കൊള്ളരുതാത്തവർ അല്ല എന്ന് വരികിൽ, നിങ്ങളെ തന്നെ പരീക്ഷിപ്പീൻ, നിങ്ങളെ തന്നെ ശോധന ചെയ്യുവീൻ. നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന്, നിങ്ങൾ വിശ്വാസത്തിൽ നിലനിൽക്കുന്നുവോ എന്ന് നമ്മെ തന്നെ എന്നും ശോധന ചെയ്യണം. ഇല്ലെങ്കിൽ ആ വിശ്വാസം നമ്മിൽ നിന്ന് നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അത് നാം തിരിച്ചറിഞ്ഞ്, എവിടെയാണ് എൻ്റെ വിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്നതെന്ന് തിരിച്ചറിഞ്ഞ് അത് നാം തിരുത്തേണ്ടിയിരിക്കുന്നു. ദൈവത്തിലുള്ള വിശ്വാസം കൊണ്ട് ഒരു വിശ്വാസിക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ചാണ് നാം ചിന്തിച്ചു കൊണ്ടിരുന്നത്. 1, വിശ്വാസത്താൽ നീതീകരണം. റോമാലേഖനം 5-ാം അധ്യായം 1-ാം വാക്യം നാം വായിക്കുമ്പോൾ, വിശ്വാസത്താൽ നീതീകരണം നമുക്ക് ലഭിക്കുന്നു. 1-ാമത്തെ അനുഗ്രഹം. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. 2-ാമത്തെ കാര്യം, ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 26-ാം വാക്യം, നാം ഇനി ശിശുപാലകന്റെ കീഴിലല്ല, ക്രിസ്തുയേശുവിലെ വിശ്വാസത്താൽ നിങ്ങളെല്ലാവരും ദൈവത്തിന്റെ മക്കളാകുന്നു. ദൈവത്തിൻ്റെ മക്കളാകുവാനുള്ള പദവി 2-ാമത്തെ കാര്യം വിശ്വാസിക്ക് ലഭിക്കുന്ന 2-ാമത്തെ അനുഗ്രഹമാണ്. 3-ാമത്തെ അനുഗ്രഹം, യോഹന്നാൻ്റെ സുവിശേഷം
3-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യം. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. നിത്യജീവനാണ് 3-ാമത്തെ അനുഗ്രഹം. നാലാമത്തെ അനുഗ്രഹമാണ് നാം ചിന്തിച്ചു കൊണ്ടിരുന്നത്. എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. വിശ്വാസം മൂലം ലഭിക്കുന്ന 4-ാമത്തെ അനുഗ്രഹമാണ് ആത്മരക്ഷ. രക്ഷിക്കപ്പെടുക എന്നുള്ളത്, നാം രക്ഷയിലായി തീരുക എന്നുള്ളത്, ഇതെല്ലാം വിശ്വാസം മൂലം നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹമാണ്. അതേ വിഷയം തന്നെ ഒരു വാക്യം കൂടി നമുക്ക് ചിന്തിക്കാം. എബ്രായ ലേഖനം 10-ാം അധ്യായത്തിൻ്റെ 39-ാം വാക്യം. നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ അത്രയാകുന്നു. വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുക. 2 കൂട്ടരേ ഉള്ളൂ. വേദപുസ്തകത്തിൻ്റെ ഭാഷയിൽ, വേദപുസ്തകത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഇവിടെ രേഖപ്പെടുത്തുന്നതിനനുസരിച്ച് പറഞ്ഞാൽ 2 കൂട്ടർ. ഒന്ന് നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടം, മറ്റൊന്ന് വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടം. ഇതേത് കൂട്ടത്തിലാണ് ഞാൻ പെടുക എന്നുള്ളത് നാം സ്വന്തമായി ദൈവസന്നിധിയിലിരുന്ന് കണ്ടുപിടിക്കണം. ഈ പഴയ നിയമത്തിലേക്ക് നോക്കുമ്പോൾ 2 വ്യക്തികളെക്കുറിച്ച് നമുക്കിന്ന് ചിന്തിക്കാം. ഒന്ന് ശൗല്, മറ്റത് ദാവീദ്. ഇവരെക്കുറിച്ച് നാം വേദപുസ്തകത്തിൽ വായിക്കുന്നത് ശമൂവേലിൻ്റെ 1-ാമത്തെ പുസ്തകവും 2-ാമത്തെ പുസ്തകത്തിലുമാണ് ഇവരെക്കുറിച്ച് നാം പഠിക്കുന്നത്. 1-ാമത്തെ പുസ്തകത്തിൽ നാം ചിന്തിക്കുമ്പോൾ ഈ ഇസ്രായേലിൻ്റെ അവസാനത്തെ ന്യായാധിപനായ ശമൂവേലിനെ കുറിച്ചുള്ള ജീവചരിത്രമാണ് നാം അവിടെ വായിക്കുന്നത്. അത് തുടങ്ങുന്നത് ആ ജീവചരിത്രത്തോടു കൂടിയാണ്. രണ്ടാമത്തെ കാര്യം, ഇസ്രായേലിൻ്റെ 1-ാമത്തെ രാജാവായ ശൗലിനെ തിരഞ്ഞെടുത്തതും ശൗലിൻ്റെ വാഴ്ചയും താഴ്ചയും അധപ്പതനവും ശൗലിൻ്റെ അവസാനവും നാം അവിടെ വായിക്കുന്നുണ്ട്. 3-ാമത്തെ കാര്യം ദാവീദിൻ്റെ തിരഞ്ഞെടുപ്പും, എന്നാൽ ദാവീദിൻ്റെ പലായന ജീവിതവും. ദാവീദ് വീടും വിട്ടു, നാടും വിട്ടു, ഇതാ ഓടിപ്പോകുന്നത്, കാടുകളിലേക്ക് ഓടിപ്പോകുന്നു, മരുഭൂമിയിലേക്ക് ഓടിപ്പോകുന്നു. ഈ രാജാവായ ശൗലിനെ ഭയന്ന് വിവിധ സ്ഥലങ്ങളിൽ മാറി മാറി താമസിക്കുന്ന ഒരു ദാവീദിനെ കുറിച്ചാണ് നാം അവിടെ വായിക്കുന്നത്. ഇത് ഒന്ന് ശമൂവേലിൻ്റെ പുസ്തകത്തിൽ നാം വായിക്കുമ്പോൾ നാം അത് മനസ്സിലാക്കും. എന്നാൽ എൻ്റെ 2-ാമത്തെ പുസ്തകം വായിക്കുമ്പോൾ ഇസ്രായേലിൻ്റെ മുഴുവൻ രാജാവായി ദാവീദ് അവരോധിക്കപ്പെടുന്നതായിട്ട് നാം കാണുന്നുണ്ട്. ഇസ്രായേലിൻ്റെ മുഴുവൻ രാജാവായി ദാവീദ് അവരോധിക്കപ്പെടുന്നു. 2-ാമത് ദാവീദിൻ്റെ സൈനിക വിജയങ്ങൾ. 3-ാമത്തത് ദാവീദിൻ്റെ ജീവിതത്തിൽ വന്നുപോയ വലിയ പാപം. നമുക്കറിയാം, വ്യഭിചാരം വന്നുപോയി, അതോടൊപ്പം തന്നെ കൊലപാതകവും ജീവിതത്തിൽ വന്നുപോയി. എന്നാൽ അതിൻ്റേതായ പാപം, ജീവിതത്തിൽ വന്നുപോയ പാപത്തിൻ്റെ തിരിച്ചടികളെല്ലാം അനുഭവിക്കുന്നതായിട്ട് നാം ആ വേദഭാഗങ്ങളിലെല്ലാം നാം കാണുന്നുണ്ട്. മാത്രമല്ല, ദാവീദിൻ്റെ മകനായ അബ്ശാലോം വിപ്ലവത്തിലൂടെ ഈ ദാവീദ് രാജധാനി വിട്ട് പലായനം ചെയ്ത് പോകുന്നത്, നാടുവിട്ട് പോകുന്നതെല്ലാം നാം വായിക്കുന്നു. ദാവീദ് മടങ്ങി വരുന്നു, യെരൂശലേമിലേക്ക് മടങ്ങി വരുന്നു. ഏറ്റവും അവസാനമായിട്ട് നാം ചിന്തിക്കുന്നത്, ദാവീദിൻ്റെ ജീവിതത്തിൽ വീണ്ടും പാപം സംഭവിച്ചു. ജനസംഖ്യ എടുത്തതിൽ ഇതാ വലിയ തെറ്റ് ജീവിതത്തിൽ സംഭവിച്ചു. എന്നാൽ ദാവീദ് അത് തിരുത്തി ആ രാജ്യത്തിൽ നിന്ന് ബാധ മാറുന്നതും ഇതെല്ലാം നാം വായിക്കുന്നു. ഞാൻ ഇത്രയും കാര്യം പറഞ്ഞത് ഈ 1-2 പുസ്തകങ്ങൾ പഠിക്കുവാൻ, ഈ കാര്യങ്ങൾ നാം ചിന്തിച്ചു കഴിഞ്ഞാൽ വളരെ സുഗമമായിട്ട് ഈ 1-2 പുസ്തകങ്ങൾ പഠിക്കുവാൻ വളരെ എളുപ്പമാണ്. ശൗലിനെ കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ ശൗലിൻ്റെ ആരംഭം എന്ന് പറയുന്നത് വലിയ നല്ല ആരംഭമായിരുന്നു. അപ്പൻ്റെ കഴുതയെ തേടി നടന്ന് അലഞ്ഞ് അങ്ങനെയാണ് ശമൂവേൽ പ്രവാചകൻ്റെ അടുക്കൽ എത്തുന്നത്. പ്രവാചകൻ്റെ അടുക്കൽ എത്തുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ ആത്മാവ് മുൻകൂട്ടി അറിയിച്ചിരുന്നു, നിന്റെ അടുക്കൽ വരുന്ന ഈ ശൗലിനെ ഇസ്രായേലിൻ്റെ 1-ാമത്തെ രാജാവായി അഭിഷേകം ചെയ്യണമെന്ന്. ശമൂവേൽ ശൗലിനോട് ഈ കാര്യം അറിയിച്ചപ്പോൾ
അവിടെ ശൗല് വിനയത്തോടെ പറയുകയാണ്, ഇസ്രായേൽ ഗോത്രത്തിൽ ഏറ്റവും ചെറിയ ഗോത്രമായ ബെന്യാമീൻ ഗോത്രത്തിൽ തന്നെ ഏറ്റവും ചെറിയ കുടുംബത്തിൽപ്പെട്ട ഒരു ബലഹീനായ ഒരു മനുഷ്യനാണ് ഞാൻ എന്ന് സ്വയമേ വിനയപ്പെടുകയാണ് ആ വചനത്തിൻ്റെ മുമ്പിൽ. ശൗലിനെ സ്വർഗത്തിലെ ദൈവം തിരഞ്ഞെടുത്തു. ആ തലയിൽ അഭിഷേക തൈലം ഒഴിച്ചു കഴിഞ്ഞപ്പോൾ പ്രവാചകൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ആ ശൗല് നേരിട്ട് കാണുകയും മനസ്സിലാക്കുകയും വിശ്വസിക്കുകയും അനുഭവിക്കുകയും ചെയ്തത് 1 ശമൂവേലിൻ്റെ പുസ്തകം 10-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മാത്രമല്ല, ശൗലിന് വേറൊരു ഹൃദയം ലഭിച്ചു. ശൗല് പ്രവചിക്കാൻ തുടങ്ങി. ഇതെല്ലാം ലഭിച്ച അനുഗ്രഹങ്ങളായിരുന്നു. അതിൻ്റെ 10-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. 9-ാം വാക്യം. അവൻ ശമൂവേലിനെ വിട്ടുപിരിഞ്ഞപ്പോൾ ദൈവം അവന് വേറൊരു ഹൃദയം കൊടുത്തു. ആ അടയാളങ്ങളെല്ലാം അന്ന് തന്നെ സംഭവിച്ചു. ആ അടയാളങ്ങളെല്ലാം അന്ന് തന്നെ സംഭവിച്ചു. അഭിഷേകം ചെയ്ത ദിവസം തന്നെ ശൗൽ ഇതെല്ലാം നേരിട്ട് കണ്ട് അനുഭവിച്ച വ്യക്തിയാണ്. ശൗലിൻ്റെ മറ്റൊരു ഗുണമെന്ന് പറഞ്ഞാൽ 10-ാം അധ്യായത്തിൻ്റെ തന്നെ 16-ാം വാക്യം, രാജ്യത്വത്തെക്കുറിച്ച് പറഞ്ഞ് പ്രസിദ്ധി നേടാൻ അവൻ ആഗ്രഹിച്ചില്ല. അതെല്ലാം മറച്ചു വെച്ചു. 22-ാം വാക്യം വായിക്കുമ്പോൾ ഈ ശൗല് സാമാനങ്ങളുടെ ഇടയിൽ ഒളിച്ചിരിക്കുകയാണ്. രാജാവായ ശൗല്, കൊട്ടാരത്തിൽ അധികാരത്തിൽ ഇരിക്കേണ്ട വ്യക്തി, സാമാനങ്ങളുടെ ഇടയിൽ ഒളിച്ചിരിക്കുന്നു. അവൻ്റെ എളിമയാണ് അവിടെ വെളിപ്പെടുന്നത്. മാത്രമല്ല, അതിൻ്റെ 27-ാം വാക്യം വായിക്കുമ്പോൾ തന്നെ ധിക്കരിച്ചവരെ ഗണ്യമാക്കിയില്ല, അവർക്ക് മാപ്പ് കൊടുക്കുന്നതായിട്ടാണ് കാണുന്നത്. ഇതെല്ലാം ശൗലിൻ്റെ ജീവിതത്തിൽ കണ്ട വലിയ സ്വഭാവ മഹിമകളാണ്. എന്നാൽ കാലപ്പഴക്കത്തിൽ താൻ രാജാവായി അധികാരത്തിലായി അങ്ങനെ രാജസന്നിധിയിൽ സിംഹാസനത്തിൽ ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഇതാ ശൗലിൻ്റെ ജീവിതത്തിൽ വലിയ അപകടങ്ങൾ സംഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അത് 13-ാം അധ്യായത്തിലാണ് നാം കാണുന്നത്. 13-ാം അധ്യായത്തിൽ രാജാവായ ശമൂവേല് അവിടെ എത്തുന്നതിന് താമസം വന്നപ്പോൾ, ഗിൽഗാലിൽ എത്തുന്നതിന് താമസം വന്നപ്പോൾ ശൗല് ഹോമയാഗം അർപ്പിക്കുന്നതായിട്ടാണ് കാണുന്നത്. യാഗം അർപ്പിക്കുന്നതായിട്ടാണ് നാം കാണുന്നത്. വിവേകശൂന്യമായ ഒരു പ്രവൃത്തിയായിരുന്നു അവൻ്റേത്. ശമൂവേൽ അതിനുള്ള നിർദ്ദേശങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ പ്രവാചകൻ വരുന്നതിന് മുമ്പ് ജനം ചിതറിപ്പോകുന്നു, അവിടെ ഫെലിസ്ത്യരെ ആക്രമിക്കാൻ വരുന്നു എന്നുള്ള കാരണം പറഞ്ഞ് ഇതാ ഹോമയാഗം അർപ്പിക്കുകയാണ്. വിവേകശൂന്യമായ ഒരു പ്രവൃത്തി. അന്ന് മുതൽ ശൗലിൻ്റെ ജീവിതത്തിൽ അധോഗതി സംഭവിക്കുകയാണ്. ഇതാ അമാലേക്യരുമായിട്ടുള്ള യുദ്ധത്തിൽ അമാലേക്യരെ പൂർണ്ണമായിട്ട് ഉന്മൂലനം ചെയ്യണമെന്ന് പറഞ്ഞു. എന്നാൽ അമാലേക്യ രാജാവിനെ, ആഗാഗിനെ ജീവനോടെ രക്ഷിക്കുന്നതായിട്ട് കാണുന്നു. യാഗം കഴിക്കാൻ, ജനത്തിന് യാഗം കഴിക്കണമെന്ന് പറഞ്ഞ് മേൽത്തരമായ മൃഗങ്ങളെ ഇതാ ജീവനോടെ സൂക്ഷിക്കുന്നു. 1 ശമൂവേലിൻ്റെ പുസ്തകം 15-ാം അധ്യായം നാം പരിശോധിക്കുമ്പോൾ ദൈവവചനത്തിന് എതിരായിട്ട്, ദൈവവചനത്തെ അനുസരിക്കാതെ സ്വന്തമായി ശൗല് പലതും ചെയ്യുന്നതായിട്ട് നാം കാണുന്നുണ്ട്. അവിടെ അനുസരണക്കേട് വന്നതോടുകൂടി അവിടെ ദൈവത്തിൻ്റെ ആത്മാവ് അവനെ വിട്ടുപോകുന്നതായിട്ട് നാം കാണുന്നുണ്ട്. അവിടെ പിന്നീട് പ്രവാചകനായ ശമൂവേലിനെ അവൻ ജീവപര്യന്തം കണ്ടില്ല എന്ന് ആ 15-ാം അധ്യായത്തിൻ്റെ 35-ാം വാക്യം വായിക്കുമ്പോൾ ശൗല് ചെയ്തത് ശമൂവേലിനും ദുഃഖമായി ദൈവം അനുതപിക്കുന്നതായിട്ട് നാം കാണുന്നുണ്ട്. ഇതാ ദൈവവചനത്തെ അനുസരിക്കാതെ, ദൈവവചനത്തിന് അനുസരണക്കേട് കാണിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്ന ഒരഭിഷിക്തൻ്റെ അധപ്പതനം മാണ് നാം അവിടെ കാണുന്നത്. ദൈവമക്കളെ, വേദനയോടെ നാം ആ ഭാഗം വായിക്കാൻ സാധിക്കുകയുള്ളൂ. 15-ാം അധ്യായത്തിൻ്റെ 35-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. ശമൂവേൽ ജീവപര്യന്തം ശൗലിനെ പിന്നെ കണ്ടില്ല. എങ്കിലും ശമൂവേൽ ശൗലിനെ കുറിച്ച് ദുഃഖിച്ചു. യഹോവയും ജീവപര്യന്തം അവനെ കണ്ടില്ല. ശമൂവേലുമായിട്ടുള്ള സകല ബന്ധവും നഷ്ടപ്പെട്ടു. എന്താണ് കാരണം? അനുസരണക്കേട് ജീവിതത്തിൽ വന്നു. അവൻ അനുതപിക്കുന്നതായിട്ട് കാണുന്നുണ്ട്.
അവിടെ നാം വായിക്കുന്നുണ്ട്, അനുദപിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. 24-ാം അധ്യായം 15-ാം അധ്യായത്തിൻ്റെ 24-ാം വാക്യത്തിൽ ഞാൻ പാപം ചെയ്തു പോയെന്ന് പറയുന്നുണ്ട്. പക്ഷേ അത് മാനസാന്തരത്തിലേക്ക് നടത്തിയില്ല. ഇതാ പ്രവാചകനെ അവൻ്റെ അടുക്കലേക്ക് അയക്കുന്നില്ല. നിന്റെ പാപം ക്ഷമിച്ചു എന്ന് പറയുന്നില്ല. അഭിഷിക്തനാണെങ്കിലും വചനം അനുസരിച്ചില്ലെങ്കിൽ, വചനത്തിനെതിരായിട്ടാണ് പോകുന്നതെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് വിട്ടുപോകും. ദൈവത്തിൻ്റെ ആത്മാവ് വിട്ടുപോകും. 1 ശമൂവേലിൻ്റെ പുസ്തകം 10-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം. ഈ അടയാളങ്ങൾ നിനക്ക് സംഭവിക്കുമ്പോൾ യുക്തമെന്ന് തോന്നുന്നത് ചെയ്യുക, ദൈവം നിന്നോട് കൂടെയുണ്ട്. ദൈവം നിന്നോട് കൂടെയുണ്ട് എന്ന് പ്രവാചകനിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് കൽപ്പിച്ചതാണ്. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ് അവനെ വിട്ടുപോയി. 16-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യം. എന്നാൽ യഹോവയുടെ ആത്മാവ് ശൗലിനെ വിട്ടുമാറി, യഹോവ അയച്ച ഒരു ദുരാത്മാവ് അവനെ ബാധിച്ചു. ദുരാത്മാവ് അവനെ ബാധിച്ചു. യഹോവയുടെ ആത്മാവ് വിട്ടുപോയി. ദൈവത്തിൻ്റെ ആത്മാവ് വിട്ടുപോയി. അഭിഷേക തൈലം വീണതാണ്, അധികാരം കൊടുത്തതാണ്, ജനത്തിന്മേൽ അധികാരം കൊടുത്തതാണ്, എല്ലാം കൊടുത്തതാണ്. ദൈവം തിരഞ്ഞെടുത്ത അഭിഷിക്തനിൽ നിന്ന് ദൈവത്തിൻ്റെ ആത്മാവ് വിട്ടുപോയി. ദൈവമക്കളെ, വളരെ വളരെ ഗൗരവമായി നാം ചിന്തിക്കേണ്ടതാണ്. ഇതാ അധികാരം ലഭിച്ചതുകൊണ്ടോ അധികാരസ്ഥാനത്ത് എത്തിയത് കൊണ്ടോ ഒരിക്കലും ദൈവത്തിൻ്റെ ആത്മാവ് അവനിൽ വസിക്കണമെന്നില്ല, അഭിഷിക്തനിൽ വസിക്കണമെന്നില്ല. കിരീടധാരി ആണെങ്കിലും അഭിഷേകം നഷ്ടപ്പെട്ട മനുഷ്യൻ കിരീടധാരി ആണെങ്കിലും അധികാരം നഷ്ടപ്പെട്ടു, അഭിഷേകം നഷ്ടപ്പെട്ടു. ഏറ്റവും വേദനാജനകമായ ഒരു അനുഭവത്തിലേക്ക് ശൗല് വഴുതി വീഴുന്നതായിട്ട് നാം കാണുന്നുണ്ട്. 18-ാം അധ്യായത്തിൻ്റെ 8, 9, 10 വാക്യങ്ങൾ. അപ്പോൾ ശൗൽ ഏറ്റവും കോപിച്ചു. ഈ വാക്ക് അവന് അനിഷ്ടമായി. അവർ ദാവീദിന് 10,000 കൊടുത്തു, എനിക്ക് 1000 മാത്രമേ തന്നുള്ളൂ. ഇനി രാജത്വമല്ലാതെ അവന് കിട്ടുവാൻ എന്തുള്ളൂ എന്ന് അവൻ പറഞ്ഞു. അന്നു മുതൽ ശൗലിന് ദാവീദിനോട് കണ്ണുകടി തുടങ്ങി. ആത്മാവ് വിട്ടുപോയപ്പോൾ കണ്ണുകടി തുടങ്ങുന്നു, കോപിക്കുന്നു. വീണ്ടും അടുത്ത വാക്യം കൂടി വായിക്കുമ്പോൾ ഇതാ ഒരു ദുരാത്മാവ് അവൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് വിട്ടുപോയി. ഇതെല്ലാം സംഭവിച്ചു. മാത്രമല്ല, അതിൻ്റെ 28-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യം നമുക്ക് വായിക്കാം. ശമൂവേൽ ശൗലിനോട്, നീ എന്നെ വിളിച്ചതിനാൽ എൻ്റെ സ്വസ്ഥതയ്ക്ക് ഭംഗം വരുത്തിയത് എന്ത് എന്ന് ചോദിച്ചു. അതിനെ ശൗൽ, ഞാൻ മഹാകഷ്ടത്തിലായിരിക്കുന്നു, ഫെലിസ്തർ എന്നോട് യുദ്ധം ചെയ്യുന്നു, ദൈവം എന്നെ വിട്ടുമാറിയിരിക്കുന്നു. ഇതാ പാപബോധം കിട്ടിയെങ്കിലും അത് മാനസാന്തരത്തിലേക്ക് നയിച്ചില്ല. സ്വന്തം നീതിയിൽ മുമ്പോട്ട് പോവുകയാണ്. ഇതാ പിശാചിനിടം കൊടുത്തു. ദുരാത്മാവ് ഉള്ളിൽ കയറിയപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് വിട്ടുപോയി. ദൈവത്തിൻ്റെ വചനം അവന് ലഭിക്കാതെയായി. വെളിച്ചപ്പാടത്തിയുടെ അടുക്കൽ ചെന്ന് അരുളപ്പാട് ചോദിക്കുന്ന ഏറ്റവും വേദനാജനകമായ, ഏറ്റവും സങ്കടകരമായ ഒരു അനുഭവത്തിലേക്ക് ശൗല് വരുന്നതായിട്ട് നാം കാണുന്നുണ്ട്. ഇതാ 31-ാം അധ്യായമാണ് ഏറ്റവും അവസാനത്തെ അധ്യായം. ഈ ഒന്നാമത്തെ പുസ്തകത്തിന് 31 അധ്യായമുണ്ട്. രണ്ടാമത്തെ പുസ്തകത്തിന് 24 അധ്യായമുണ്ട്. ഈ 31-ാം അധ്യായത്തിൽ ഒരു അഭിഷിക്തൻ്റെ അവസാനം നാം കാണുന്നത് ഏറ്റവും ദാരുണമായ ഒരു അവസാനം. ഇതാ അഭിഷേക തൈലം തലയിൽ വീണു എന്ന് നാം വായിക്കുന്നുണ്ട്. അഭിഷിക്തനായി ദൈവം തിരഞ്ഞെടുത്തതാണ്. പക്ഷേ ആ അഭിഷേക തൈലം വീണ തല ഇതാ ശത്രു വെട്ടിമാറ്റുന്നതായിട്ട് നാം കാണുന്നുണ്ട്. ഇതാ സ്വന്തം വാളിൽ വന്ന് വീഴുന്ന ശൗല് മരിച്ചു കിടക്കുന്നത്, ഗിൽബോവ പർവ്വതത്തിൽ വീണ് കിടക്കുന്നത് നാം വായിക്കുന്നുണ്ട്. അതിൻ്റെ 5-ാം വാക്യവും 8-ാം വാക്യവും വായിക്കുമ്പോൾ അത് നാം മനസ്സിലാക്കുന്നുണ്ട്. ഇതാ ദാരുണമായ ഒരവസാനം. ഫെലിസ്തർ വന്ന് തല വെട്ടിക്കൊണ്ട് തങ്ങളുടെ ദേശത്തേക്ക് കൊണ്ടുപോയി. ഇതാ അഭിഷിക്തൻ്റെ അഭിഷേക തൈലം വീണ തല ഇതാ ഫെലിസ്തർ വെട്ടിക്കൊണ്ടുപോകുന്നു. എത്ര ദാരുണമായ ഒരനുഭവത്തിലേക്ക് നീങ്ങി. എന്തുകൊണ്ട്? വചനം ലഭിച്ചപ്പോൾ അതനുസരിച്ചില്ല, വചനത്തിൻ്റെ മുമ്പിൽ എളിമപ്പെട്ടില്ല, ജീവിതത്തിൽ പാപമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞിട്ടും അനുദപിച്ചില്ല, അത് മാനസാന്തരത്തിലേക്ക് നയിച്ചില്ല.
ദൈവമക്കളെ, നാം വളരെ ഗൗരവത്തോടെ നാം ചിന്തിക്കണം. ജീവിതത്തിൽ പാപബോധം ലഭിക്കുമ്പോൾ അത് പശ്ചാത്താപത്തോടെ ദൈവസന്നിധി ഏറ്റുപറഞ്ഞ് കരഞ്ഞ് ഉപേക്ഷിച്ചില്ലെങ്കിൽ നിത്യനരകത്തിലേക്ക് നമുക്ക് കടന്നു പോകേണ്ടി വരും. ദൈവമക്കളെ, അതാണ് ഈ ശൗലിൻ്റെ ജീവിതത്തിൽ നാം കാണുന്നത്. എന്നാൽ ദാവീദിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം. ദാവീദ് വളരെ എളിമയോടെ ദൈവസന്നിധിയിൽ ജീവിച്ചു. പാപം ജീവിതത്തിൽ വന്നില്ലേ? പാപം ജീവിതത്തിൽ വന്നു. വളരെ വലിയ പാപമാണ് ജീവിതത്തിൽ വന്നത്. അത് നാം 11-ാം അധ്യായം 2-ാമത്തെ പുസ്തകം 11-ാം അധ്യായം വായിക്കുമ്പോൾ ഇതാ ബേർശേബയെ തൻ്റെ സ്വന്തം ഭാര്യയായി എടുത്ത് തൻ്റെ ജീവിതത്തിൽ വേശ്യാവൃത്തി ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ഊര്യാവിൻ്റെ ഭാര്യയെ സ്വന്തം ഭാര്യയായി എടുക്കുന്നതായിട്ട് നാം കാണുന്നുണ്ട്. ദൈവമക്കളെ, അവിഹിത ബന്ധത്തിൽ ഏർപ്പെടുന്നത് നാം കാണുന്നുണ്ട്. ഊര്യാവിനെ യുദ്ധസ്ഥലത്ത് മുമ്പിൽ നിർത്തി അവൻ കൊല ചെയ്യപ്പെടുന്നതായിട്ട് നാം കാണുന്നുണ്ട്. കൊലപാതകവും വേശ്യാവൃത്തിയും ജീവിതത്തിൽ വന്നു. ഇതാ അങ്ങനെ ജീവിതത്തിൽ പാപം വന്നു. എന്നാൽ ആ പാപത്തെ ഓർത്ത് ദൈവസന്നിധി കരയുകയാണ്. അതാണ് 51-ാം സങ്കീർത്തനം എന്ന് പറയുന്നത്. ഈ തകർന്ന് നുറുങ്ങിയതുമായ ഹൃദയത്തോടെ ദൈവസന്നിധിയിൽ ഇരുന്ന് കരയുകയാണ്. ദൈവമേ, നിൻ്റെ ദയയ്ക്ക് തക്കവണ്ണം എന്നോട് കരുണ തോന്നണമേ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവസന്നിധി കരയുന്ന ഒരു ദാവീദിനെയാണ് നാം കാണുന്നത്. അവിടെ അതിന് കാരണങ്ങളൊന്നും പറയാനില്ല. എൻ്റെ ജീവിതത്തിൽ ഞാനാണ് പാപം ചെയ്തതെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അവിടെ കാരണങ്ങളൊന്നും പറയാതെ ദൈവസന്നിധി എളിമപ്പെട്ട് കരയുകയാണ്. ഈ 51-ാം സങ്കീർത്തനത്തിൻ്റെ മാഹാത്മ്യം എന്താണെന്നറിയാമോ? തകർന്നു നുറുങ്ങിയതായുള്ള ഒരു ഭക്തൻ്റെ പ്രാർത്ഥനയാണ്. ദൈവസന്നിധിയിൽ ഭക്തൻ പ്രാർത്ഥിക്കുകയാണ്. ദൈവസന്നിധിയിൽ ഏങ്ങലടിച്ച് കരയുകയാണ്. മാത്രമല്ല 24-ാം അധ്യായം നാം വായിക്കുമ്പോൾ ജനത്തെ എണ്ണുകയാണ്. ജനസംഖ്യ എടുക്കുന്നതായിട്ട് നാം കാണുന്നുണ്ട്. അത് ദൈവത്തിന് വളരെ അനിഷ്ടമായെന്ന് നാം വായിക്കുന്നുണ്ട്. 10-ാം വാക്യം നമുക്ക് വായിക്കാം. എന്നാൽ ദാവീദ് ജനത്തെ എണ്ണിയ ശേഷം തൻ്റെ ഹൃദയത്തിൽ കുത്തുകൊണ്ടിട്ട് യഹോവയോട്, ഞാൻ ഈ ചെയ്തത് മഹാപാപം. എന്നാൽ യഹോവേ, അടിയൻ്റെ കുറ്റം ക്ഷമിക്കണമേ, ഞാൻ വലിയ ഭോഷത്വം ചെയ്തു പോയി എന്ന് പറഞ്ഞു. ഇതാ വലിയ വേദനയോടെ ദൈവസന്നിധി കരയുകയാണ്. ഗാദ് പ്രവാചകൻ വന്ന് അതിനുള്ള പരിഹാര മാർഗം ദാവീദിനോട് നിർദ്ദേശിക്കുകയാണ്. നീ യാഗം കഴിക്കണം, നീ അരവനയുടെ കളം വാങ്ങിച്ച് നീ വില കൊടുത്ത് അവിടെ യാഗം കഴിക്കണമെന്നുള്ള നിർദ്ദേശം കൊടുക്കുകയാണ്. ദാവീദ് അത് ശിരസ വഹിച്ചു. പാപം ചെയ്തു പോയി. പാപത്തിനുള്ള പരിഹാരമാർഗം ഇതാ ദാവീദ് ചെയ്യുകയാണ്. അരവനയുടെ കളം വാങ്ങിച്ച് ഇതാ വില കൊടുത്ത് വാങ്ങിച്ച് അവിടെ യാഗമർപ്പിക്കുന്നതായിട്ടും അതിൻ്റെ 25-ാം വാക്യം നമുക്ക് വായിക്കാം. ദാവീദ് യഹോവയ്ക്ക് അവിടെ ഒരു യാഗപീഠം പണിതു, ഹോമയാഗങ്ങളും സമാധാനയാഗങ്ങളും കഴിച്ചു. അപ്പോൾ യഹോവ ദേശത്തിൻ്റെ പ്രാർത്ഥന കേട്ടു, ബാധ ഇസ്രായേലിനെ വിട്ടുമാറുകയും ചെയ്തു. പ്രാർത്ഥന കേൾക്കുന്ന ദൈവം, ബാധ മാറ്റുന്ന ദൈവം. ദൈവമക്കളെ, നമ്മുടെ പ്രാർത്ഥന കേൾക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ബാധകൾ, നമ്മുടെ കുടുംബത്തിൽ വന്നുപോയ ബാധകൾ, അത് അകാല മരണമായിരിക്കാം, അല്ലെങ്കിൽ വലിയ കടഭാരമായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ വന്നുപോയ രോഗങ്ങളായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ബന്ധുമിത്രാദികളിൽ വന്നുപോയ രോഗങ്ങളായിരിക്കാം. എന്തുമാകട്ടെ, ഈ ബാധ മാറണമെങ്കിൽ വേറെ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല. ഒരേ ഒരു കാര്യം, ഇതാ യാഗപീഠം പണിയുക. എന്താണ് ഈ യാഗപീഠം? അത് യേശുക്രിസ്തുവിൻ്റെ കുരിശാണ്. ദൈവമക്കളെ, ഹല്ലേലൂയ. അതിൻ്റെ നിഴലാണ് നാം ഇവിടെ വായിക്കുന്നത്. ഹല്ലേലൂയ. ആ കുരിശിൻ്റെ ചുവട്ടിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കുക. എന്താണ് യാഗം അർപ്പിക്കേണ്ടത്? നമ്മെ തന്നെ യാഗമായി അർപ്പിക്കുക. റോമാലേഖനം 12-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം വായിക്കുമ്പോൾ നമുക്കറിയാം എന്താണ് യാഗം അർപ്പിക്കേണ്ടതെന്ന്. നമ്മെ തന്നെ യാഗമായി ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുക. എൻ്റെ കർത്താവേ, എന്നെ തന്നെ യാഗമായി ഞാൻ അർപ്പിക്കുകയാണ്. എൻ്റെ കുടുംബത്തിന് വേണ്ടി, എൻ്റെ ദേശത്തിന് വേണ്ടി, എൻ്റെ കൂട്ടായ്മയ്ക്ക് വേണ്ടി ഞാനിതാ നിൻ്റെ സന്നിധിയിൽ നിന്നുകൊള്ളാം. ഞാൻ നിന്നോട് പ്രാർത്ഥിച്ചു കൊള്ളാം. നിൻ്റെ സന്നിധിയിൽ എൻ്റെ പാപങ്ങളെ ക്ഷമിക്കണമേ. ഞാൻ വലിയ ഭോഷത്വം ചെയ്തു പോയി. എൻ്റെ ജീവിതത്തിൽ അനേകം തെറ്റുകൾ സംഭവിച്ചു പോയി. ഞാനിതാ ഏറ്റുപറയുന്നു, കർത്താവേ, അവിടുത്തെ രക്തത്താൽ എന്നെ കഴുകണമേ. ആ കുരിശിൽ നിന്ന് പൊട്ടി ഒഴുകിയ തിരു രക്തത്താൽ എന്നെ കഴുകി
എന്നെ വിശുദ്ധീകരിക്കണമേ. ഞാൻ പാപത്തെ ഉപേക്ഷിക്കുന്നു. ഇന്നു മുതൽ പാപത്തോട് യാത്ര പറഞ്ഞ് പുതിയ വ്യക്തിയായി ജീവിച്ചു കൊള്ളാം കർത്താവേ. എന്നിൽ നിന്നും എൻ്റെ കുടുംബത്തിൽ നിന്ന് സകല ബാധകളെയും മാറ്റിത്തരണമേ എന്ന് ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക. ദാവീദ് അങ്ങനെ ചെയ്തതുകൊണ്ട് ദാവീദ് അനുഗ്രഹിക്കപ്പെട്ടു. ദൈവമക്കളെ, മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 1-ാം വാക്യം തന്നെ ദാവീദിൻ്റെ വംശാവലിയിൽ ഇതാ യേശുക്രിസ്തു ജനിക്കുന്നതായിട്ട് പുതിയ നിയമത്തിൽ 1-ാമത്തെ അധ്യായം 1-ാം വാക്യം വായിക്കുമ്പോൾ ദാവീദിൻ്റെ പേരവിടെയുണ്ട്. ഇതാ വെളിപ്പാട് പുസ്തകം അവസാനിക്കുമ്പോൾ അവിടെയും ദാവീദിൻ്റെ പേര് കാണുന്നു. ഇതാ യേശുക്രിസ്തു അറിയപ്പെടുന്നത് ദാവീദിൻ്റെ വേരും വംശവും ശുഭ്രമായ ഉദയനക്ഷത്രം എന്ന് പറഞ്ഞുകൊണ്ടാണ്. ദൈവമക്കളെ, ആ 22-ാം അധ്യായം 16-ാം വാക്യം വായിക്കുമ്പോൾ യേശുക്രിസ്തുവിനെ കുറിച്ച് അങ്ങനെയാണ് നാം വായിക്കുന്നത്. എന്തുകൊണ്ട് ദാവീദ് തകർന്നു നുറിഞ്ഞതുമായ ഹൃദയമുണ്ടായിരുന്നു. ദാവീദിന് പശ്ചാത്താപം ഉണ്ടായിരുന്നു. ദാവീദിന് വന്നുപോയ പാപത്തെ ഓർത്ത് കരഞ്ഞ് ഇതാ പാപമോചനം നേടിയ വ്യക്തിയായിരുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 13-ാം അധ്യായത്തിന്റെ 22-ാം വാക്യം. അവനെ നീക്കിയിട്ട് ദാവീദിനെ അവർക്ക് രാജാവായി വാഴിച്ചു. ഞാൻ ഇശായിയുടെ മകനായ ദാവീദിനെ എനിക്ക് ബോധിച്ച പുരുഷനായി കണ്ടു. അവൻ എൻ്റെ ഹിതമെല്ലാം ചെയ്യുമെന്നവനെക്കുറിച്ച് സാക്ഷ്യം പറഞ്ഞു. ഇതാ സാക്ഷ്യം പറയുകയാണ്. നിത്യനായ ദൈവം അവനെക്കുറിച്ച് സാക്ഷ്യം പറയുകയാണ്. അവൻ എൻ്റെ ഹിതമെല്ലാം ചെയ്യുമെന്ന് എനിക്ക് ബോധിച്ച പുരുഷനായിട്ട് ഞാൻ അവനെ കണ്ടെത്തിയിരിക്കുന്നു എന്ന്. ദൈവമക്കളെ, എന്തോ ഒരു വലിയ സാക്ഷ്യമാണ് നിത്യനായ ദൈവം ദാവീദിനെ കുറിച്ച് പറയുന്നത്. നമ്മെക്കുറിച്ച് അങ്ങനെ പറയുമോ? അങ്ങനെ പറയുന്നില്ലെങ്കിൽ നമുക്കതിനോടുള്ള ദാഹമുണ്ട്. കർത്താവേ, എന്നെക്കുറിച്ച് അങ്ങനെ പറയണം. എൻ്റെ ജീവിതകാലത്ത് എൻ്റെ യേശുവിൻ്റെ ഹിതം മുഴുവൻ നിറവേറ്റണം. എന്നെ ഈ ഭൂമിയിലാക്കിയിരിക്കുന്നു. എന്നെ ഈ ഭൂമിയിൽ എൻ്റെ യേശു ആക്കിയിരിക്കുന്നു. ഈ യേശു ക്രിസ്തുവിൻ്റെ ആഗ്രഹവും ഹിതവും മുഴുവൻ എനിക്ക് നിറവേറ്റിയിട്ട് ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോകണമെന്നുള്ള ദാഹം നമുക്കുണ്ടോ? അതിൻ്റെ 36-ാം വാക്യം കൂടി നമുക്ക് വായിക്കാം. ദാവീദ് തൻ്റെ തലമുറയിൽ ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് ശുശ്രൂഷ ചെയ്ത ശേഷം നിദ്ര പ്രാപിച്ച തന്റെ പിതാക്കന്മാരോട് ചേർന്നു ദ്രവത്വം കണ്ടു. ദാവീദ് തൻ്റെ തലമുറയിൽ ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് ശുശ്രൂഷ ചെയ്തു. ദൈവമക്കളെ, ഈ വചനം വായിക്കുമ്പോൾ, ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ദാഹമുണ്ടോ? എൻ്റെ യേശുവിൻ്റെ ഹിതം മുഴുവൻ എനിക്ക് നിറവേറ്റണം. എൻ്റെ ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് എനിക്ക് ശുശ്രൂഷ ചെയ്യണം. ഞാൻ എന്ത് ശുശ്രൂഷ എൻ്റെ ദൈവം എന്നെ പരമേൽപ്പിച്ചാലും, അത് വചന ശുശ്രൂഷയായാലും അല്ലെങ്കിൽ വേറെ എന്ത് ശുശ്രൂഷയായാലും, കർത്താവേ, നീ തരുന്ന ശുശ്രൂഷ ഞാൻ ഏറ്റുവാങ്ങിക്കോളാം. ആ ശുശ്രൂഷ ഞാൻ ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് എനിക്ക് ശുശ്രൂഷ ചെയ്യണം. ദൈവത്തിൻ്റെ ആലോചന ദിനം പ്രതി ദൈവസന്നിധിയിൽ നിന്ന്, ദൈവത്തിൻ്റെ കാര്യാലോചന സഭയിൽ നിന്ന് വാങ്ങിച്ച് ആ ആലോചനയ്ക്ക് പൂർണ്ണമായിട്ടും വിനയപ്പെട്ട് എനിക്ക് അനുസരിച്ച്, ആ ആലോചനയ്ക്കനുസരിച്ച് എനിക്ക് ശുശ്രൂഷ ചെയ്യണമെന്നുള്ള ഒരു ദാഹം നിങ്ങൾക്കുണ്ടോ? ദൈവമക്കളെ, ഹല്ലേലൂയ. ആ ദാഹം വരണമെങ്കിൽ ഇന്ന് ആ കുരിശിൻ്റെ ചുവട്ടിലേക്ക് വരിക. നമ്മെ തന്നെ യാഗമായി അർപ്പിക്കുക. നമ്മുടെ സ്വയത്തെ അവിടെ യാഗമായി അർപ്പിക്കുക. എൻ്റെ ഇഷ്ടമില്ല, എൻ്റെ താല്പര്യമില്ല, എൻ്റെ ആത്മീകമില്ല, എൻ്റേതായ എല്ലാം ഞാൻ താഴെ വയ്ക്കുന്നു കർത്താവേ. എൻ്റെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും എൻ്റേതായ മുൻവിധികളും എല്ലാം ഞാൻ താഴെ വെച്ചിട്ട്, യേശുവേ, നിൻ്റെ ഹിതം മാത്രം, നിൻ്റെ ഇഷ്ടം മാത്രം, ഇതാ ഞാൻ കുരിശിൻ്റെ ചുവട്ടിലേക്ക് വരുന്നു കർത്താവേ. എന്നെ തന്നെ യാഗമായി സമർപ്പിക്കുന്നു കർത്താവേ. സ്വീകരിക്കണമേ, അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. അവിടുത്തെ കരങ്ങളിലേക്ക് ജീവിതം സമർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ തന്നെ. ആമേൻ.